ഓക്കെ, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തവരാണ് നമ്മുടെ കൂടെ കാണുക എന്നൊക്കെ പറയൂലേ. യെസ്, ഇത് അതിലൊരു മൊമെൻ്റ് ആണ് കേട്ടോ. ഇത് എൻ്റെ മനസ്സ് നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ. ഇത് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. ഞാൻ താമസിക്കുന്നത് പാലക്കാടാണ്. പക്ഷേ എൻ്റെ സ്വന്തം വീടും എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീടും എല്ലാം ട്രിവാൻഡ്രത്താണ് കേട്ടോ. അപ്പോൾ ഈ 2 മാസമായിട്ടും ആരും എന്നെയോ കുഞ്ഞാവെ കാണാനായിട്ട് വന്നിട്ടില്ല. സീരിയസ്ലി ആരും വന്നിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് ഒഴിച്ച് കണ്ണനൊഴിച്ച് ആരും വന്നിട്ടില്ല. അത്രയും ദൂരം ഇല്ലേ, നിങ്ങൾ അവിടെ വരുമ്പോൾ വന്ന് കണ്ടോളാന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തവരാണ് കേട്ടോ. ഇവർ എൻ്റെ അമ്മയുടെ സഹോദരങ്ങളാണ്. വയ്യാത്തവരാണ് ഇവരെന്ന് വെച്ചാൽ. കാല് വയ്യ, നടുവയ്യ, എല്ലാവർക്കും ഓരോരോ ബുദ്ധിമുട്ടുള്ളവരാണ്. തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ് കേട്ടോ. പക്ഷെ അവരെൻ്റെ കുഞ്ഞാവെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തവരാണ് കേട്ടോ ഇവരൊക്കെ. ഞാൻ ഇവരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് തന്നെ എത്രയോ വർഷങ്ങളായെന്നറിയാം. പക്ഷെ എൻ്റെ കുഞ്ഞാവെ കാണാൻ വേണ്ടി വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചവർ പോലും എന്നെ കുഞ്ഞാവെ കാണാൻ വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ പ്രതീക്ഷിക്കാൻ ഇടയുള്ളതോ ആയ പേരുകളല്ല ഇവരുടേത്. പക്ഷെ അവർ വന്നു. മാമനും ആൻറ്റിയും ക്യൂട്ട് കപ്പിൾസാണ് ഇവരുണ്ടല്ലോ. കണ്ടാൽ തോന്നും 1 മാസം മുന്നെയാണ് കല്യാണം കഴിഞ്ഞതെന്ന്. ഇവർക്ക് LLBക്ക് പഠിക്കുന്നതും ഡിഗ്രിക്ക് പഠിക്കുന്ന 2 ആമക്കളുണ്ട്. പക്ഷെ അവരൊരു ക്യൂട്ട് കപ്പിളാണ്. ഈ മാമൻ ഒരു പഞ്ചപാവ മനുഷ്യനാണ്. പാവം മനുഷ്യനാണ് കേട്ടോ ഈ മാമൻ. പഞ്ചപാവം എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ കുടുംബത്തിലെ ഏറ്റവും പാവം ഈ മാമനായിരിക്കും. കുഞ്ഞു അവയ്ക്ക് ഡ്രസ്സും ഗോൾഡ് മോതിരവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ഇവർ കൊണ്ടുവന്ന കാര്യത്തിൽ ഒന്നുമല്ല, അതൊക്കെ നമ്മൾ വാല്യൂ ചെയ്യണം, ഇല്ലെന്നല്ല. പക്ഷെ എനിക്ക് ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും 1 രൂപയുടെ സാധനം പോലും വാങ്ങിച്ചുകൊണ്ട് വന്നില്ലെങ്കിലും ഇവർ വരാൻ കാണിച്ച ഒരു മനസ്സും അവർ നമുക്ക് വേണ്ടി ചിലവഴിച്ച കുറച്ച് സമയം, അതാണ് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത്. അതിനെയാണ് ഞാൻ ഏറ്റവും വാല്യൂ ചെയ്യുന്നത്. അതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്. ആരും ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും അവർ വരുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിനെയാണ് നമ്മൾ മനസ്സറിഞ്ഞ് സ്വീകരിക്കേണ്ടത്. എല്ലാവരും പോകാൻ നിന്നപ്പോൾ പെരുമഴയായിരുന്നു. അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.